ഹായ് മക്കളെ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലൊക്കെ ടെൻഷൻ തന്നെയാണ്. ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങളുടെ മോഡൽ എക്സാം, പബ്ലിക് എക്സാം ഒക്കെ തുടങ്ങാൻ പോവുകയാണ്. ഈ ഒരു സമയത്തും എന്തിനാണ് ഒരു കുഞ്ഞു കഥയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്? കാര്യം മറ്റൊന്നുമല്ല, നിങ്ങളുടെ മനസ്സറിയുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ടെൻഷനുകളുണ്ട്. പല ആളുകൾക്കും പഠിക്കാൻ പറ്റുന്നില്ല, പല ആളുകളുടെയും പഠനം ശരിയായ ട്രാക്കിലല്ല. ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അതൊരു കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. മക്കളെ, ഇതൊരു AC റൂമാണ്. ഞാൻ അവിടെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടേക്ക് അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കൊണ്ടുവരുന്നു. ആ വെള്ളം ഞാൻ ഇവിടെ വെക്കുന്നു. ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതെന്തായിട്ട് മാറും. ഈ റൂമിൻ്റെ ടെമ്പറേച്ചർ എത്രയാണോ ആ ഒരു ടെമ്പറേച്ചറിലേക്ക് പതിയെ അത് മാറും. അതേ സമയത്ത് ഞാൻ നിൽക്കുന്ന ഒരു ചൂടുള്ള പ്രദേശമാണ്. അത്യാവശ്യം നല്ല ചൂട് അവിടെയുണ്ട്. അവിടേക്ക് ഞാനൊരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുവച്ചാൽ അത് ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്താവുള്ളൂ, ടെമ്പറേച്ചറിൽ മാറ്റങ്ങൾ വരുള്ളൂ. എന്താണ് ഈ രണ്ട് സിറ്റുവേഷനിലെ വ്യത്യാസം എന്ന് പറയുന്നത്? അതായത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഗ്ലാസ് ചൂടുവെള്ളം എന്ന് പറയുന്നത് നിങ്ങളാണ്. അതിൻ്റെ ചുറ്റുപാട് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരാണ്, നിങ്ങളുടെ ടീച്ചേഴ്സാണ്, നിങ്ങളുടെ നാട്ടുകാരാണ്, നിങ്ങളുടെ വീട്ടുകാരാണ്. നിങ്ങൾ ഈ ചുറ്റുപാടിനനുസരിച്ച് മാറണോ മാറണ്ടേ എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളൊന്നും ചിന്തിക്കാതെ ഒന്നും ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ചുറ്റുപാടിനനുസരിച്ച് നിങ്ങളും മാറും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കും പ്രത്യേകിച്ച് പരീക്ഷയെ പറ്റി ഒരു ഐഡിയയും ഇല്ലാത്ത ആളുകളാണ് എങ്കിൽ നിങ്ങൾ തെറ്റായ ട്രാക്കിലാണ്. നിങ്ങൾ അത്യാവശ്യം ഐഡിയ ഉള്ള അല്ലെങ്കിൽ അറിയുന്ന കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ടോ നിങ്ങൾ പരിചയപ്പെടേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇനിയുള്ള ദിവസങ്ങളും നിങ്ങൾ കാര്യമായിട്ടൊരു മാറ്റങ്ങളൊന്നും വരുത്താൻ പോകുന്നില്ല. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കീഴടക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങൾക്ക് ഇനി 30 ദിവസം അല്ലെങ്കിൽ 25 ദിവസം മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ആവർത്തിച്ച് പറയുക. എന്നിട്ട് ഈ സർക്കംഫറൻസിനോട് അല്ലെങ്കിൽ ഈ ചുറ്റുപാടിനോട് നിങ്ങൾ വിട പറയുക. ഇനി ഈ ചുറ്റുപാടല്ല എന്നെ നയിക്കേണ്ടത്, ഇനി പഠിക്കാൻ ഉന്മേഷം കൊടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. 10ാം ക്ലാസ്സിന് ശേഷം എനിക്ക് സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ നാട്ടിലല്ലാതെ അലയുന്ന ആൾ ഞാനാണ് എന്ന ബോധ്യത്തോടു കൂടി ഏറ്റവും നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ അടിപൊളിയായിട്ട് പഠിക്കുമെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക. ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിനോട് ഒന്ന് കണ്ണടച്ചുകൊണ്ട് ഒന്ന് പവർഫുൾ ആയിട്ട് പറഞ്ഞു നോക്കൂ. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഈ വീഡിയോ എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ നിമിഷം മുതൽ നിങ്ങൾ പഠിച്ച് തുടങ്ങാത്ത കുട്ടിയാണെങ്കിൽ ആ നിമിഷം മുതൽ പിന്നെയൊക്കെ മാറ്റി വെക്കരുത്. ഒരു പേപ്പർ എടുക്കുക, പേന എടുക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ എടുക്കുക. എന്നിട്ട് സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലുകളിൽ വന്ന് നോക്കാം. അവിടെ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ തയ്യാറാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ കഴിയില്ലെങ്കിൽ അവിടെ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാത്രം പഠിച്ചാലേ പഠിക്കുമെങ്കിൽ നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാം, പഠിക്കാം. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് തരാം, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെയും ഏത് ടോപ്പിക്കും നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ വേണ്ടത് അത് സൈലം എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്ലാസ് കിട്ടും, ആ ചാപ്റ്റർ കിട്ടും. മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. ഞാൻ നിങ്ങളോട് കാല് പിടിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ കാല് പിടിക്കുകയാണ്. നിങ്ങളുടെ ലൈഫാണ്. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ടീച്ചേഴ്സ് ഇവിടുന്ന് എഫേർട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് മാർക്ക് കിട്ടാനാണ്. ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത കുട്ടികളാണ് ഒരു പക്ഷേ നിങ്ങൾ. എന്നിട്ടും നിങ്ങളെ ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് എങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഞങ്ങൾക്ക് നൽകണം. നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുക. 10ാം ക്ലാസ്സിൽ ഫുൾ A+ സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ 30 ദിവസം പഠിക്കുക. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. 9ാം ക്ലാസ്സിൽ വെറും 2 മാർക്കാണ് ഒരു കുട്ടി, നമ്മുടെ നാട്ടിലെ അടുത്തുള്ളൊരു കുട്ടിയാണ് ആ കുട്ടി വാങ്ങിയത്. ഞാൻ ഇതുവരെ ആ കുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ല. ആ കുട്ടിയുടെ പാരന്റ് എനിക്ക് അയച്ചെന്നൊരു വോയിസാണ്. സാർ, എൻ്റെ പേര് ദേവദത്ത് എന്നാണ്. ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പം സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞപ്പം എൻ്റെ സന്തോഷം എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ലായിരുന്നു. സാറിന് എനിക്ക് അത്ര ഇഷ്ടമാണ്. എനിക്ക് ഇത്ര ആരാധന തോന്നിയ ഒരാൾ വേറില്ല. ഞാൻ മാത്സിൽ സ്ഥിരമായിട്ട് തോക്കുന്ന ആളായിരുന്നു. ഞാനിങ്ങനെ A+ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം സാറാണ്. സാറിന് കേൾക്കാത്തൊരു ദിവസം പോലും ഇല്ല. സാറിനോടുള്ള ഇഷ്ടം എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ കുട്ടിക്ക് മാത്തമാറ്റിക്സിൽ വെറും 2 മാർക്കാണ്. ആ കുട്ടി ഈ പറയുന്ന ഓണം എക്സാമിലേക്ക് വന്ന സമയത്ത് ആ കുട്ടിക്കുള്ള മാർക്ക് എത്ര അറിയോ? 72 മാർക്കാണ്. 9ാം ക്ലാസ്സിൽ വെറും 2 മാർക്ക് വാങ്ങിയ കുട്ടി ഓണം എക്സാം ആകുമ്പോഴേക്കും 72 മാർക്ക് എന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക് ആ കുട്ടിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എത്രയൊക്കെ പഠിക്കാൻ പറ്റും. നിങ്ങൾ വിചാരിച്ചാലും ഈ ദിവസങ്ങളിൽ ഫുൾ മാർക്ക് നേടാൻ പറ്റും. ഇത്ര മാത്രമേ ഞാൻ പറയാനുള്ളൂ. ആ ചൂടുവെള്ളത്തിനെ പോലെ നിങ്ങൾ എന്താക്കരുത്, ആ ചുറ്റുപാടിനനുസരിച്ച് മാറാൻ നിൽക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താക്കണം,
മാറണം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയണം. സോ കൂടുതൽ ഒന്നും പറയുന്നില്ല, കാരണം ഇതൊന്നും കൂടുതൽ പറയേണ്ട ഒരു സമയമല്ല, കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങൾക്കിനി വെറും 30 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്താക്കുക, മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് A+ കിട്ടും. ഇറ്റ്സ് മീ ഷാഹിദ് റംസാ ഫസായില ലേണിംഗ്. ഈ ഒരു വീഡിയോയുടെ ഫീഡ്ബാക്ക് എന്താണോ നിങ്ങൾക്ക് തോന്നിയത് അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.